വേണ്ടിയിട്ട് നമുക്കൊരു റൂം കിട്ടി. റൂം എവിടെയാന്നല്ലേ, റൂം വിറ്റാണ്ടാ കാണിച്ചിട്ട് എനിക്ക് ഇതുണ്ട്. ഈ ഷട്ടർ ഇത് സ്പോർട്സിൻ്റെ ഒരു ഷോപ്പാണ്. ഷോപ്പെന്നല്ല, ഒരു നമ്മുടെ നാട്ടിലെ വായനശാല പോലെ. ഇത് ഞാൻ ബൈക്കോടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, സ്കേറ്റിങ്ങിൻ്റെ, ഇത് സ്കേറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു പ്ലേസാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്താണ് ഞാൻ സാധനങ്ങളൊക്കെ വെച്ചേക്കണത്. അപ്പോൾ പൂട്ടി താക്കോല് എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. സ്ഥലം കണ്ടോ നിങ്ങൾ, നമുക്കൊരു സ്കേറ്റിങ് ഒരു ചെറിയൊരു ഓഫീസ് സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ കണ്ടോ, സ്കേറ്റിങ്ങിൻ്റെ ബോർഡൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇപ്പോൾ കാണുന്ന സ്കേറ്റിംഗ് ഗ്രൗണ്ട് കേട്ടോ, നമ്മുടെ ചെന്നൈയിലുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ചെന്നൈയിലുള്ളവനാണ്, എൻ്റെ അപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നവനാണ്. ജോലി നിർത്തി ഫുൾ ടൈം സ്കേറ്റിംഗ് പുള്ളിക്കാരൻ്റെ പണി. അപ്പോൾ ഞാൻ വെൻ്റെന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്കിവിടെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മളിന്ന് കിടക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നാളെ കാലത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും. അടുത്ത സ്പോട്ട് നമ്മൾ ഞങ്ങളുടെ വിശാഖപട്ടണത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും യാത്രയിൽ കൂടെ കൂടുക. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഈ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. കാരണം ഇന്നലെ രാത്രി ഓടിച്ചു വന്നുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതാ നമ്മളിന്ന് നേരെ തിരിച്ച് പോവുകയാണ്. ഇന്നലെ ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ച് രാവിലത്തെ കുളിയും കഴിഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പം ഞാനും. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വിശാഖപട്ടണത്തിലേക്കാണ്. വിശാഖപട്ടണം എത്താൻ പറ്റുമോ അറിയില്ല. വിശാഖപട്ടണം എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിൽക്കണ ചെല്ലണ സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയവാഡയിലായിരിക്കും നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഇടുകയെന്ന് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ രാത്രി ഡ്രൈവ് സേഫ് അല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് ആന്ധ്രാപ്രദേശ് അത്രയും വിഷയമില്ല. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ രാത്രി റൈഡ് അത്ര സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെല്ലെ പോകണുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ നിർത്തിയിട്ടൊക്കെ. പിന്നെ ഈ വീഡിയോയിൽ ഗബ്രിയിൽ എന്താ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേറെ സ്ഥലത്ത് സ്കേറ്റിങ്ങിന് പോയേക്കാം കേട്ടോ. അവരാണ് നമുക്ക് റൂം സെറ്റാക്കി തന്നെ. അപ്പോൾ നമ്മളിത് വണ്ടി ഇവിടെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇങ്ങനെയായിട്ട് ഞാൻ വണ്ടിയെല്ലാം കെട്ടി വയ്ക്കുക. എന്താ നമ്മൾ ഇന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടന്നത്. ഇതാണ് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ വിശാഖപട്ടണത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിവിടെ റൂമിൽ നിന്ന് ഗബ്രീനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം അവനിവിടെ ഇല്ല, അവൻ വേറൊരു സ്ഥലത്താണ്. എന്നിട്ട് നമുക്കിവിടെ റൂം സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ റൂമെല്ലാം നമ്മളിപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് സ്കേറ്റിംഗ് ബോർഡായിട്ടാണ് അതിൻ്റെ ഉള്ളിലിരിക്കണം ഈ റൂമിനകത്ത്. അപ്പോൾ നമ്മളിനി നേരെ പോവും. അതുമാത്രമല്ല കണ്ണിക്കുരു ഇന്നലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ലേശം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തേനും കാട്ടി കുറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ട്രാവൽ ചെയ്യണേൻ്റെ അന്ന് തന്നെ കണ്ണിക്കുരു കിട്ടി. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. വിശാഖപട്ടണത്തിൽ വിശാഖപട്ടണത്തിൽ പോണ വഴി എങ്ങനെയാണ് സ്റ്റേ, എവിടെ സ്റ്റേ ഒന്നും അറിയില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രം വിശാഖപട്ടണവും പുരിയിൽ എനിക്ക് അറിയണ ആരുമില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പിന്നെ പിള്ളേരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ഇപ്രാവശ്യം സ്റ്റേ കിട്ടുക എന്നൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.